പേജ് നിർത്തി. കോർഡിനേറ്റ് ജോമെട്രി. ഈ കോർഡിനേറ്റ് ജോമെട്രി എന്ന് പറഞ്ഞാൽ അറിയാം, നമ്മൾ ആക്സിസുമായിട്ട് ബന്ധപ്പെട്ട എക്സ് ആക്സിസ്, വൈ ആക്സിസ്, കോർഡിനേറ്റ്സ്, അതേപോലെ ആ കോർഡിനേറ്റ് പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോർഡിനേറ്റ് ഉള്ള ഒരു ലൈൻ ഒരു കോർഡിനേറ്റ് ആക്സിസിനെ ഏതെങ്കിലും ഒരു പോയിന്റ് വെച്ച് ഡിവൈഡ് ചെയ്യുന്നതിന്റെ റേഷ്യോ, രണ്ട് ലൈൻ പെർപെൻഡിക്കുലർ ആകുമ്പോഴുള്ള കൺസെപ്റ്റ്, രണ്ട് ലൈൻ പാരലൽ ആകുമ്പോൾ അതിന്റെ കൺസെപ്റ്റ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അതിന്റെ സ്ലോപ്പ് എത്ര, ഒരു ലൈൻ ഇങ്ങനെ ചരിഞ്ഞിരിക്കുകയാണെങ്കിൽ അതിന്റെ സ്ലോപ്പ് എത്രയാണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു ലൈനിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഇക്വേഷൻ ഏതാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അതിനകത്ത് ആദ്യം മനസ്സിലാക്കേണ്ടത് സിംപിളി ഞാൻ പറയുന്ന പോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക, അതേപോലെ എഴുതുക. ഇതിനകത്തെ കാര്യങ്ങളൊന്നും മനസ്സിലാക്കുക, അതായത് ഇതിനകത്തെ കാര്യങ്ങൾ ഇത് വെച്ചിട്ട് പോകണമെങ്കിൽ ഭയങ്കര പാടാണ്. അപ്പം അത് ഞാൻ പറയുന്ന പോലെ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പം ഇതിനകത്ത് ഒന്നാമത്തെ കൺസെപ്റ്റ് പറയുന്നത്, നമുക്ക് ടു റെപ്രസെന്റ് a point in two-dimensional plane, dimensional plane. We need help of two lines. One is called as x-axis bracket le horizontal line ആണ്. other is called as y-axis അതിനെ നമ്മൾ vertical line ആണ് പറയുന്നത്. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു 2D പ്ലെയിൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേപ്പർ, ആ പേപ്പറിൽ ഒരു ഡോട്ട് ഇട്ടിട്ട് ആ ഡോട്ടിന്റെ പൊസിഷൻ എവിടെയാണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് രണ്ട് വരകളുടെ സഹായം വേണം. ആ രണ്ട് വരയിൽ ഒരു വര എക്സ് ആക്സിസ് എന്നും ഒരു വര വൈ ആക്സിസ് എന്നും പറയും. അപ്പോൾ എക്സ് ആക്സിസ് ഹൊറിസോണ്ടലും വൈ ആക്സിസ് വെർട്ടിക്കലും ആയിരിക്കും. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്തതില് നമുക്ക് ആ എക്സ് ആക്സിസും വൈ ആക്സിസും ഒന്ന് വരച്ചു നോക്കാം. നോക്കിക്കോളൂ. നമ്മൾ ഒരു എക്സ് ആക്സിസ് വരയ്ക്കുന്നു, നിങ്ങളും വരച്ചു, വൈ ആക്സിസ് വരയ്ക്കുന്നു. ഓക്കെ ആണല്ലോ? ഞാൻ എന്നിട്ട് ഒരു റഫായിട്ട് ഒരു പോയിന്റ്, ഇതെല്ലാം പോയിന്റ്സ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്യാണ്. ഇവിടെ നോക്കി, ഈ എക്സ് ആക്സിസും വൈ ആക്സിസും മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റിന്റെ പറയുന്ന പേരെന്താണെന്നറിയോ? ഇതിന് നമ്മൾ ഒറിജിൻ എന്ന് പറയും. അതിന്റെ കോർഡിനേറ്റ് എപ്പോഴും 0 ആയിരിക്കുന്ന കാര്യം ആദ്യം മനസ്സിലാക്കുക. പിന്നെ ഇങ്ങോട്ടേക്ക് മാർക്കിംഗ് ചെയ്യാണ്. 1 സെന്റിമീറ്റർ വിട്ടിട്ട് 1 മാർക്ക് ചെയ്തു, അടുത്ത 1 സെന്റിമീറ്റർ 2, അടുത്ത 1 സെന്റിമീറ്റർ 3, അടുത്ത 1 സെന്റിമീറ്റർ 4, അടുത്ത 1 സെന്റിമീറ്റർ 5, അടുത്ത 1 സെന്റിമീറ്റർ 6, ഇങ്ങനെ പോകുന്നു. അതുപോലെ ലെഫ്റ്റിലോട്ട് 1 സെന്റിമീറ്റർ -1, അടുത്ത സെന്റിമീറ്റർ -2, അടുത്ത സെന്റിമീറ്റർ -3, അടുത്ത സെന്റിമീറ്റർ -4, അടുത്ത സെന്റിമീറ്റർ -5. മുകളിലോട്ടും അതേപോലെ 1, 2, 3, 4. താഴോട്ട് -1, -2, -3, -4. എപ്പോഴും ഒരു ആക്സിസിന് നെഗറ്റീവ് വാല്യൂസും പോസിറ്റീവ് വാല്യൂസും ഉണ്ടാവും. അപ്പം എക്സിന്റെ പോസിറ്റീവ് വാല്യൂ ഇങ്ങോട്ട്, എക്സിന്റെ നെഗറ്റീവ് വാല്യൂ ഇങ്ങോട്ട്, വൈയുടെ പോസിറ്റീവ് വാല്യൂ ഇങ്ങോട്ട്, വൈയുടെ നെഗറ്റീവ് വാല്യൂ ഇങ്ങോട്ട്. ഓക്കെ ആണല്ലോ? ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇതിലെ കുറച്ച് കോർഡിനേറ്റ്സിനെ, കുറച്ച് പോയിന്റിനെ റെപ്രസെന്റ് ചെയ്തിട്ട് നമുക്ക് അതൊന്ന് ഇതിൽ നിന്ന് വരച്ചു നോക്കാൻ നോക്കൂ. ഈ പോയിന്റിന്റെ കോർഡിനേറ്റ് എന്താന്ന് പറഞ്ഞേ എപ്പോഴും ആലോചിക്കണം. ഈ പോയിന്റിന്റെ കോർഡിനേറ്റ് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ആക്സിസിലെ ഏത് മാർക്കിന് നേരെയാണ് അതിരിക്കുന്നത് അതാണ് അതിന്റെ എക്സ് കോർഡിനേറ്റ്. വൈ ആക്സിസിന് നേരെ ഏത് മാർക്കിനാണ് ഇരിക്കുന്നത് അതാണ് അതിന്റെ വൈ കോർഡിനേറ്റ്. ഇപ്പൊ എക്സ് ആക്സിസിന് നേരെ ഏത് മാർക്കിലായിരിക്കുന്നത്? ഈ പോയിന്റ് ഏത് മാർക്കിലായിരിക്കുന്നത്? എക്സ് ആക്സിസിന് നേരെ 1. അപ്പം കോർഡിനേറ്റ് എഴുതുമ്പോൾ ആദ്യം എക്സ് ആക്സിസ് എഴുതണം, രണ്ടാമത് കോമ ഇട്ടിട്ട് വൈ ആക്സിസ് എഴുതണം. അപ്പൊ വൈ ആക്സിസിൽ ഏത് കോർഡിനേറ്റ് നേരെ ആയിരിക്കുന്നത്, ഏത് പോയിന്റ് നേരെ ആയിരിക്കുന്നത്? 2. അപ്പൊ അതിന്റെ വൈ കോർഡിനേറ്റ് 2 ആയിരിക്കും. 1, 2. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ
ഈ പോയിന്റോ 4 1 ആണല്ലോ. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ ഓൺലൈൻ ഇരിക്കുന്നവർക്ക്. അങ്ങനെയാണെങ്കിൽ വേണ്ട ഈ പോയിന്റോ എപ്പോഴും ആലോചിച്ചോണം. ഈ പോയിന്റില് y കോർഡിനേറ്റ് ഉണ്ടോ? y ആക്സിസിൽ ഏത് പോയിന്റിന് നേരെ ആയിരിക്കുന്നത്? y ആക്സിസിൽ കണ്ടോ, ഇത് കണ്ടോ, ഇവിടെ ഇതിന് നേരെ ആയിരിക്കുന്നത്. ഇതിന് y ആക്സിസിലെ കോർഡിനേറ്റ് എന്താ? 0 അല്ലേ? എക്സിന് ഏതിന് നേരെ ആയിരിക്കുന്നത്? 3. അപ്പൊ ഇതിന്റെ കോർഡിനേറ്റ് എന്തായിരിക്കും? x3 y0 ആയിരിക്കും. അപ്പൊ എപ്പോഴും ആലോചിച്ചോണം, എക്സ് ആക്സിസിൽ തന്നെ ഒരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ അതിന്റെ y കോർഡിനേറ്റ് എന്തായിരിക്കും? അതിന്റെ y കോർഡിനേറ്റ് 0 ആയിരിക്കും എന്നുള്ള കാര്യം ആലോചിക്കണം. അങ്ങനെയാണെങ്കിൽ വേണ്ട ഇതോ ഇവിടെ y ആക്സിസിൽ പോയിന്റ് ഉണ്ട് കണ്ടോ, y ആക്സിസിൽ 3ലായിരിക്കുന്നത്. എക്സ് ആക്സിസിൽ വല്ല ഇങ്ങോട്ടോ വല്ല മാറ്റം ഉണ്ടോ? ഇല്ല. എക്സ് ആക്സിസിൽ കണ്ടോ, ഇവിടെ ഇതിന് നേരെ എക്സ് ആക്സിസ് കണ്ടോ, ഇതാ ഇപ്പൊ എക്സ് ആക്സിസിൽ ഇവിടത്തെ പോയിന്റ് എന്താ? 0 ആണ്. അപ്പം എക്സ് ആക്സിസ് 0യും y ആക്സിസ് 3, അപ്പൊ 0 3 ആയിരിക്കും അതിന്റെ. ഓക്കെ ആണല്ലോ. നന്നായിട്ട് ഡാർക്കൻ ചെയ്യണം ഇത്. അങ്ങനെയാണെങ്കിൽ വേണ്ട ഈ കോർഡിനേറ്റ് എന്താണെന്ന് പറഞ്ഞേ. ഈ കോർഡിനേറ്റ് എന്താന്ന് നമ്മുടെ സന എന്ന് പറഞ്ഞേ. സന ഇവിടെ ഉണ്ടോ? സന ഓക്കെ. ആരോൺ എന്ന് പറഞ്ഞ ആരോണേ, ഈ പോയിന്റിന്റെ ഈ വയലറ്റ് കൊണ്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ് ആരോൺ പറഞ്ഞേ. -40 ആണ്. -40, കാരണം എക്സ് ആക്സിസിലാണ് ആ പോയിന്റ്. y ആക്സിസിൽ അപ്പൊ എന്താ കോർഡിനേറ്റ് ഇല്ല, 0 ആയിരിക്കും. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റ് ഒന്ന് പറയാമോ നമ്മുടെ നിരഞ്ജൻ? 0 -3. 0 -3 ആയിരിക്കും. വെരി ഗുഡ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റ് ഒന്ന് വേണ്ട. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റ് ഒന്ന് പറയാമോ ദേവനാരായൺ? -3 -3 എക്സ് ആക്സിസിനും y ആക്സിസിനും -3ക്ക് നേരെയാണ് ആ പോയിന്റ് ഇരിക്കുന്നത്. -3 അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റ് ഒന്ന് പറയാമോ സന? തിരിച്ചു വന്നെങ്കിൽ ഈ പോയിന്റ് ഒന്ന് പറയാമോ സന? -4 3. അതെങ്ങനെയാ -4? ആദ്യം ഏത് ആക്സിസാ? -4. ആദ്യം ഒരു കോർഡിനേറ്റ് എഴുതുമ്പോൾ ആദ്യം ഏത് ആക്സിസാ റെപ്രസെന്റ് ചെയ്യേണ്ടത്? എക്സ് ആക്സിസ്, പിന്നെയാണ് y ആക്സിസ്. XY ഇങ്ങനെ എഴുതുന്നതാണോ? ഇങ്ങനെയാണോ എഴുതുന്നതാണോ സന? ആണ്. അങ്ങനെയാണെങ്കിൽ കോർഡിനേറ്റ് എന്താ? എക്സ് ആക്സിസിൽ ഏത് പോയിന്റ് നേരെയാ കിടക്കുന്നത്? 3. അപ്പം -4 3 എന്ന് പറയുന്നതിന് പകരം എന്ത് പറയണമായിരുന്നു? -4. അങ്ങനെ പറയണമായിരുന്നു, എന്നാലേ കറക്റ്റ് ആവും. ശരിയല്ലേ? ഓക്കെ. ഇനി എപ്പോഴും ഒരു കാര്യം ആലോചിച്ചോണം. എക്സ് ആക്സിസിന് പാരലൽ ആയിട്ട് ഒരു ലൈൻ വന്നെന്ന് വെച്ചോ, അതിന്റെ y കോർഡിനേറ്റ് എല്ലാം സെയിം ആയിരിക്കും. നോക്കിക്കോ, സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ ഇവിടെ തന്നെ നിങ്ങൾ അങ്ങോട്ടേക്ക് 7 വരെ വരച്ചിട്ടുണ്ടല്ലോ, 6 വരെ വരച്ചോ. അങ്ങോട്ടേക്ക് 7 വരെ വരച്ചേ. അങ്ങോട്ടേക്ക് 7 വരെ വരച്ചേ. സ്ഥലം ഉണ്ടെങ്കിൽ 7 വരെ വരച്ചേ. 7 വരെ വരച്ചേ. എന്നിട്ട് ആ 7ന്റെ പാതൻ ഇങ്ങനെ ഒരു ലൈൻ വരച്ചേ. ഇങ്ങനെ ഒരു ലൈൻ വരച്ചേ. ഓക്കെ. ഇനി അതിനകത്ത് ഓരോ കോർഡിനേറ്റും ഒന്ന് നോക്കിയേ. ഈ പോയിന്റിന്റെ കോർഡിനേറ്റ് എന്താ? പച്ച വെച്ച് റെപ്രസെന്റ് ചെയ്യാം. ഈ പോയിന്റിന്റെ കോർഡിനേറ്റ് എന്താ? ഇവിടെ പറഞ്ഞേ. അത് ഏത് ആക്സിസിലെ പോയിന്റാ? അപ്പൊ അതിന് എക്സ് ആക്സിസിലല്ലേ വാല്യൂ ഉള്ളൂ? y ആക്സിസ് വാല്യൂ ഉണ്ടോ? ഇല്ല. അപ്പൊ എന്താ വരുന്നത്? 7 0. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റിന്റെ കോർഡിനേറ്റ് ഒന്ന് പറഞ്ഞേ. ദിവ്യ തന്നെ പറ. 7 2. ഈ പോയിന്റിന്റെ കോർഡിനേറ്റ് ഒന്ന് പറഞ്ഞേ. 7 3. ഈ പോയിന്റിന്റെ കോർഡിനേറ്റ് ഒന്ന് പറഞ്ഞേ. 7 -2. ഈ പോയിന്റിന്റെ കോർഡിനേറ്റ് ഒന്ന് പറഞ്ഞേ. 7 -4. നോക്കി, ഇപ്പൊ നമ്മൾ y ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു ലൈനാണ് വരച്ചത്. അപ്പൊ അതിന്റെ എന്ത് കോർഡിനേറ്റാ സെയിം ആയിട്ടുള്ളത്? എക്സ് കോർഡിനേറ്റ് എല്ലാം സെയിം ആയിരിക്കും. ഇനി നേരെ തിരിച്ച് തന്നെ ഇങ്ങനെ വരച്ചാലോ?
നിങ്ങൾക്ക് എവിടാ സ്ഥലം? താഴെ വരയ്ക്കുന്നതാണോ മുകളിൽ വരയ്ക്കുന്നതാണോ സ്ഥലം? താഴോട്ട് വരയ്ക്കാനല്ലേ എളുപ്പം സ്ഥലമുള്ളത്. അപ്പോൾ താഴോട്ട് നിങ്ങൾ നീളം ഇല്ലെങ്കിൽ കുറച്ചുകൂടെ നീട്ടി താഴോട്ട് വരച്ചിട്ട് അവിടെ നിങ്ങളൊരു -5 എന്നോ -6 എന്നോ ഒന്ന് കൊടുത്തേ. എന്നിട്ട് ആ 6 കൂടെ എക്സ് ആക്സിസിന് പാരലൽ ആയിട്ട് ഒരു ലൈൻ തന്നെ ഇങ്ങനെ ഒന്ന് വരച്ച്. ഓക്കെ, ഇനി ദേവനാരായണനാണ് അവിടെ ചോദ്യം. ദേവനാരായൺ, ഈ പോയിന്റിന്റെ കോർഡിനേറ്റ് ഒന്ന് പറഞ്ഞേ ദേവനാരായൺ. ഈ പോയിന്റ് Zero minus 6. ഓക്കെ, 0 - 6. ഓക്കെ, 0 - 6. ഈ പോയിന്റിന്റെ കോർഡിനേറ്റ് ഒന്ന് പറഞ്ഞേ ദേവനാരായൺ. 3 minus 6. 3 - 6. ഈ പോയിന്റിന്റെ കോർഡിനേറ്റ് ഒന്ന് പറഞ്ഞേ ദേവനാരായൺ. 6 minus 6. 6 - 6. ഈ പോയിന്റിന്റെ കോർഡിനേറ്റ് ഒന്ന് പറഞ്ഞേ ദേവനാരായൺ. -4 minus 6. -4 - 6. നോക്കി, ഇപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താ ദേവനാരായൺ? പറഞ്ഞോ. ഇപ്പൊ അതിന്റെ പ്രത്യേകത എന്താ ദേവനാരായൺ ഇല്ലേ? പറഞ്ഞോ. ഇപ്പൊ നമ്മൾ വരച്ച ഈ കോർഡിനേറ്റിന്റെ ലൈനിന്റെ പ്രത്യേകത എന്താ? നമ്മളിപ്പോ വരച്ച ലൈന് എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടാണ് വരച്ചിരിക്കുന്നത്, ആണോ? അങ്ങനെയാണെങ്കിൽ അതിന്റെ ഏത് കോർഡിനേറ്റാ സെയിം ആയിട്ട് കിടക്കുന്നത്? എക്സ് ആക്സിസിന് പാരലൽ ആയിട്ട് വരയ്ക്കുന്ന ലൈനിന്റെ വൈ കോർഡിനേറ്റ് ആയിരിക്കും സെയിം. അതേപോലെ വൈ ആക്സിസിന് പാരലൽ ആയിട്ട് വരയ്ക്കുന്ന ലൈനിന്റെ എക്സ് കോർഡിനേറ്റ് ആയിരിക്കും സെയിം എന്നല്ലേ നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഇപ്പം ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ആണോ? ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യം ഇതിനകത്ത് മനസ്സിലാക്കാനുണ്ട്. സെറ്റ് ആണോ? ക്ലിയർ ആണല്ലോ? ഇനി വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. നമ്മൾ ഒരു കോഡ് റെപ്രസെന്റ് ഒരു ഡോട്ട് ഇട്ടിട്ട് എ പോയിന്റ് ഈസ് റെപ്രസെന്റഡ് എ പോയിന്റ് ഈസ് റെപ്രസെന്റഡ് using coordinates that is x y അല്ലേ? ഇവിടെ എക്സിനെ നമ്മൾ പറയുന്നത് എക്സ് കോർഡിനേറ്റ് എന്നാണ്. എക്സ് കോർഡിനേറ്റ് അഥവാ അവരെ നമ്മൾ ആപ്സിസ എന്നും പറയും. ഓർത്തോണം, എക്സ് കോർഡിനേറ്റിനെ ആപ്സിസ എന്ന് പറയും. ചിലപ്പോൾ ആപ്സിസ ഓഫ് ദിസ് പോയിന്റ് ഈസ് ദിസ് എന്നായിരിക്കും തരുന്നത്. ഓർത്തോണം, അത് എക്സ് കോർഡിനേറ്റ് ആണ്. അതേപോലെ തന്നെ വൈനെ നമ്മൾ വൈ കോർഡിനേറ്റ് എന്നാണ് പറയുന്നത്. അതിന് വേറൊരു പേരുണ്ട്, ഓർഡിനേറ്റ്. വെറും ഓർഡിനേറ്റ് എന്ന് പറയും. ഓർഡിനേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പോയിന്റിന്റെ വൈ കോർഡിനേറ്റ് ആണെന്നുള്ള കാര്യം നിങ്ങൾ എപ്പോഴും ആലോചിച്ച് വെച്ചേക്കുക. ഓക്കെ ആണോ? ഓക്കെ, അപ്പം ഇനിയും ഇത്രയും എഴുതിയെന്ന് വിചാരിക്കും. ഇനി നമുക്ക് റിഫ്ലക്ഷൻ പഠിക്കാം. റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? നിങ്ങൾ ഈ ആക്സിസിനെ ഒരു മിറർ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ അതിന്റെ ഇപ്പുറത്തുള്ള പോയിന്റിന്റെ കോർഡിനേറ്റ് എന്താണെന്നുള്ള കാര്യം പഠിക്കണം. അതാണ് റിഫ്ലക്ഷൻ. നമുക്ക് പഠിക്കാൻ എളുപ്പമാണ്. എന്താ, നമ്മളിപ്പോൾ ലോജിക്കലി എല്ലാം പഠിച്ചിട്ടുണ്ട്. ഇപ്പം എക്സ് ആക്സിസിനെ ഒരു മിറർ ആക്കുവാണെങ്കിൽ ഒരു പോയിന്റ് തന്നിരിക്കുവാണ് 2, 3. അപ്പൊ അതിന്റെ താഴത്തെ പോയിന്റ് എന്തായിരിക്കും? എക്സ് ആക്സിസ് ആണ് മിറർ. അപ്പം ഇവിടെ വരുമ്പോഴത്തേക്കും 2 - 3 എന്നായിരിക്കും. ശരിയല്ലേ? അപ്പൊ നമുക്ക് നോക്കാം. അത് ഫസ്റ്റ് ക്വാഡ്രന്റിലാണെങ്കിൽ അതിന്റെ റിഫ്ലക്ഷൻ ഏത് ക്വാഡ്രന്റിലായിരിക്കും വരുന്നത്? ഫോർത്തിലായിരിക്കും. അപ്പൊ അതും കൂടെ ഒന്ന് നമുക്ക് വരച്ച് കാണിക്കാൻ നോക്കിയുള്ളൂ. അപ്പം അവിടെ എഴുതുക റിഫ്ലക്ഷൻ ഇൻ എക്സ് ആക്സിസ്. റിഫ്ലക്ഷൻ ഇൻ എക്സ് ആക്സിസ്. റിഫ്ലക്ഷൻ ഇൻ എക്സ് ആക്സിസിനകത്ത് നമ്മൾ റഫായിട്ട് എന്ത് വരയ്ക്കുക? ഒരു എക്സ് ആക്സിസും വൈ ആക്സിസും വരയ്ക്കുക. അപ്പം ഇതിനകത്ത് എക്സ് ആക്സിസ് ഇതും വൈ ആക്സിസ് ഇതുമാണ്. ഓക്കെ ആണല്ലോ? അപ്പം ഈ ക്വാഡ്രന്റിനെ, ഇതിനെ നമ്മൾ ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറയും. ഇതിനെ നമ്മൾ സെക്കൻഡ് ക്വാഡ്രന്റ് എന്ന് പറയും.
ക്വാഡ്രന്റ് എന്ന് പറയും. ഇതിനെ നമ്മൾ തേർഡ് ക്വാഡ്രന്റ് എന്ന് പറയും. ഇതിനെ നമുക്ക് ഫോർത്ത് ക്വാഡ്രന്റ് എന്ന് പറയാം. ഓക്കെ. ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഉള്ള എക്സ് ആക്സിസിൽ ഒരു മിറർ വന്ന് അല്ലെങ്കിൽ എക്സ് ആക്സിസിലുള്ള റിഫ്ലക്ഷൻ എവിടെയായിരിക്കും? ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഈ പോയിന്റ് വന്നു. ഈ പോയിന്റിനെ എക്സ് ആക്സിസിലാണ് റിഫ്ലക്ഷൻ നടക്കുന്നതെങ്കിൽ അതിന്റെ കോർഡിനേറ്റ് ഫോർത്ത് ക്വാഡ്രന്റിലാണ്. റിഫ്ലക്ഷൻ പോയിന്റ് ഫോർത്ത് ക്വാഡ്രന്റിലാണ്. സെക്കൻഡ് ക്വാഡ്രന്റിലാണ് ഒരു പോയിന്റ് ഇരിക്കുന്നതെങ്കിൽ അതിന്റെ എക്സ് ആക്സിസിലുള്ള റിഫ്ലക്ഷൻ വരുന്നത് തേർഡ് ക്വാഡ്രന്റിലായിരിക്കും എന്നുള്ള കാര്യം അറിയിക്കാം. ഓക്കെ. ഇനി വൈ ആക്സിസ് ആണെങ്കിലോ? അപ്പൊ എപ്പോഴും ഇതും തമ്മിലാണ് എക്സ് ആക്സിസ് റിഫ്ലക്ഷൻ വരുമ്പോൾ മിറർ ഇമേജസ് വരുന്നത്. ഇതും തമ്മിലാണ് മിറർ ഇമേജസ് വരുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഇത് തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു പോയിന്റ് ആയിട്ട് ഇവിടെ നോക്കി. ഇവിടെ നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇതിനെ നമുക്ക് ഒരു 2 ആയിട്ടും ഇതിനെ നമുക്കൊരു 3 ആയിട്ടും എടുക്കാം. അപ്പൊ ഈ പോയിന്റിന്റെ കോർഡിനേറ്റ് എന്താ? 3, 2 ആയിരിക്കും. അപ്പം ഇവിടെ ആയിരിക്കുമല്ലോ ഇതിന്റെ 2ഉം ഇവിടെ 3 ഇവിടെ തന്നെ ആയിരിക്കില്ല എന്റെ ഇത് വരുന്നത്. അപ്പൊ ഇതെന്താ? 2 അല്ല, ഇതെന്താ? -2 ആണ്. പക്ഷെ എക്സ് ആക്സിസ് 3 തന്നെ. അപ്പൊ 3ഉം എന്തെന്ന് വരും? -2 എന്ന് വരും. അതും കൂടെ അവിടെ മാറും. അതിനുള്ള സ്പേസ് കൂടെ ജസ്റ്റ് ഒന്ന് കിട്ടേ. അതേപോലെ തന്നെ ഇപ്പുറത്ത് ഞാനൊരു പോയിന്റ് എടുക്കുകയാണ്. അതായത് അത് വരച്ചു. ഞാൻ ആ വേറെ പോയിന്റ് ഒന്നും മാർക്ക് ചെയ്തിട്ടില്ല കേട്ടോ. നമുക്ക് വേണ്ട ജസ്റ്റ് ഒരു പോയിന്റ് മാത്രമേ മാർക്ക് ചെയ്തിട്ടുള്ളൂ. ഇവിടെ ഞാനൊരു പോയിന്റ് തന്നെ ഈ ഒരു പോയിന്റിനെ -5 എന്ന് എടുക്കുകയാണ്. എന്നിട്ട് ഞാൻ തന്നെ ഇവിടെ ഒരു പോയിന്റ് എടുക്കുകയാണ്. ഇത് വേണ്ട, ഈ ഒരു പോയിന്റ് എടുക്കുക. ഈ ഒരു പോയിന്റ് കോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ y ആക്സിസിൽ -5, എക്സ് ആക്സിസിൽ എന്തായിരിക്കും? 2 ആയിരിക്കും. ആണല്ലോ. അതിന്റെ മിറർ റിഫ്ലക്ഷൻ വരുന്നത് ഇവിടെ അല്ലേ വരിക? ആണോ? y ആക്സിസ് എക്സ് ആക്സിസിലുള്ളത്. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ തേർഡ് ക്വാഡ്രന്റിനെയൊക്കെ ഇച്ചിരി താഴോട്ട് വരയ്ക്കാറ്. അപ്പൊ നോക്കിയേ, അപ്പൊ ഇതിന്റെ റിഫ്ലക്റ്റഡ് പോയിന്റ് എന്ന് പറയുമ്പോൾ അതിന്റെ എന്തിന് ചേഞ്ച് ഇല്ല? അതിന്റെ അതായത് അതിന്റെ എക്സ് ആക്സിസിന് ചേഞ്ച് ഇല്ല. നമ്മൾ പാരലൽ വരച്ച പോലെ തന്നെ. മനസ്സിലായോ? അപ്പൊ എന്താ? -5ഉം y ആക്സിസ് ചേഞ്ച് ആവും. എന്താ? -2. കണ്ടോ? ഇങ്ങനെയായിരിക്കും. ഇത് എപ്പോഴും ഓർക്കും. അത് എവിടെ വരുവാണെങ്കിലും, ഇപ്പൊ ഈവൻ ഈ ആക്സിസിൽ വരുവാണെങ്കിലും അതിന്റെ ഓപ്പോസിറ്റ് പോയിന്റ് എന്താന്ന് നോക്കിയിട്ട് വേണം എടുക്കാൻ. അത് എക്സ് ആക്സിസ് റിഫ്ലക്ഷൻ നടക്കുവാണെങ്കിൽ അങ്ങനെയായിരിക്കും. ഓക്കെ ആണല്ലോ. ഇനി റിഫ്ലക്ഷൻ ഇൻ വൈ ആക്സിസ് ഒന്ന് നോക്കാം. ഇത് നിങ്ങൾ എഴുതിയെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് റിഫ്ലക്ഷൻ ഇൻ വൈ ആക്സിസ് എഴുതുക. അപ്പൊ ഇനിയിപ്പോ നിങ്ങൾ ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ്, ഫോർത്ത് ക്വാഡ്രന്റ് ഒന്നും വേണ്ടല്ലോ, നിങ്ങൾക്ക് അത് അറിയാമല്ലോ. ഓക്കെ. അപ്പൊ നമുക്ക് നോക്കിക്കോളൂ. എന്നാലും ഞാൻ എഴുതുവാണ്, ഇച്ചിരി മുകളിലോട്ട് എഴുതാം. ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ്, ഇത് സെക്കൻഡ് ക്വാഡ്രന്റ്, ഇത് തേർഡ് ക്വാഡ്രന്റ്, ഇത് ഫോർത്ത് ക്വാഡ്രന്റ്. ഞാൻ 2-3 പോയിന്റിനെ റെപ്രസെന്റ് ചെയ്യാണ്. അതായത് ഇപ്പൊ മിറർ ഏതാ? റിഫ്ലക്ഷൻ എവിടെ നടക്കുന്നത്? വൈ ആക്സിസിലാണ് നടക്കുന്നത്. അപ്പം ഇവിടെ ഒരു പോയിന്റ് വരുവാണെങ്കിൽ അതിന്റെ റിഫ്ലക്റ്റഡ് ഇമേജ് എവിടെ ആയിരിക്കും? ഇവിടെ ആയിരിക്കും വരുന്നത്. ഓക്കെ. അല്ലെ ഫസ്റ്റ് ക്വാഡ്രന്റിലുള്ള ഒരു ഇതിന്റെ റിഫ്ലക്റ്റഡ് ഇമേജ് ഇവിടെയും അല്ലെങ്കിൽ തിരിച്ച് ഇവിടെയും ആയിരിക്കും. അതേപോലെ തന്നെ തേർഡ് ക്വാഡ്രന്റിലുള്ള ഒരു പോയിന്റിന്റെ റിഫ്ലക്റ്റഡ് ഇമേജ് എവിടെ ആയിരിക്കും വരുന്നത്? ഫോർത്തിലായിരിക്കും വരുന്നത്. അതായത് ഫോർത്തിലുള്ള തേർഡിലും തേർഡിലുള്ള ഫോർത്തിലും ആയിരിക്കും വരുന്നത്. ശരിയല്ലേ? ആണല്ലോ. അപ്പൊ നമുക്ക് ഈ പോയിന്റിനെ നമുക്ക് നോക്കിയോ, ഈ പോയിന്റിനെ നമുക്ക് ഒരു 2 എന്ന് തന്നെ എടുക്കാം. ഈ പോയിന്റിനെ നമുക്ക് ഒരു 3 എന്ന് എടുക്കാം. അപ്പം നോക്കിയേ, ഇതിന്റെ കോർഡിനേറ്റ് എന്താ? ഇത് -3 ആണ്. ഇതിന്റെ കോർഡിനേറ്റ് എന്താ? എക്സ് ആക്സിസിൽ -3, വൈ ആക്സിസിൽ 2. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതിന്റെ ഇപ്പുറത്തെ പാരലൽ ആയതുകൊണ്ട് തന്നെ ഈ പോയിന്റിന്റെ എന്താ എക്സ് ആക്സിസ് എന്താണ് വൈ ആക്സിസ് എക്സ് ആക്സിന് പാരലൽ ലൈൻ ആയിട്ട് കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഇതിന്റെ വൈ കോർഡിനേറ്റ് സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ എന്താ? ഇവിടുത്തെ വൈ കോർഡിനേറ്റ് 2 തന്നെയല്ലേ. എക്സ് കോർഡിനേറ്റ് ഇതാ വരുന്നത്. ഇതെന്തായിരിക്കും? ഇതിന്റെ റിഫ്ലക്റ്റഡ് ഇതെന്തായിരിക്കും? 3 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 3, 2 ആയിരിക്കും. ശരിയല്ലേ? അതേപോലെ തന്നെ ഇവിടത്തെ ഈ പോയിന്റ് നോക്കി, ഇവിടത്തേത് ഇത് -3ഉം ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു 2 ഒന്നും തന്നെ കൊടുക്കാം. ഓക്കെ. അപ്പൊ -3ഉം 2 ആണ് ഇവിടുത്തെ കോർഡിനേറ്റ്. -3 -2 ആണ് ഇവിടുത്തെ കോർഡിനേറ്റ്. അപ്പൊ അതിന്റെ ഇപ്പുറത്ത് വരുമ്പോൾ എന്ത് വരും? 3ഉം എന്താണ്? -2 ആണ്. ശരിയല്ലേ? ആണോ?
ഇവിടെയും തിരിച്ചു മറിച്ചും ഉണ്ട്, ഇങ്ങോട്ടും ഇങ്ങോട്ടും കൺസെപ്റ്റ് ഉണ്ട് കേട്ടോ. തിരിച്ചു മറിച്ചും റിഫ്ലക്ഷൻ ഉണ്ട്, ശരിയല്ലേ? ഇനി അടുത്തത് റിഫ്ലക്ഷൻ ഇൻ ഒറിജിൻ. ഒറിജിനെ നിങ്ങളൊരു മിറർ ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ റിഫ്ലക്ഷൻ ഇൻ ഒറിജിൻ. അപ്പൊ എന്താ, നിങ്ങൾ വീണ്ടും ഒരു എക്സ് ആക്സിസ് വൈ ആക്സിസ് വരയ്ക്കുന്നു. ഓക്കെ, അപ്പം ഇവിടെ നോക്കിക്കോണം, ഒറിജിന് നമുക്ക് ഇതാണല്ലോ ഒറിജിൻ. ഒറിജിനെ മിറർ ആക്കുമ്പോൾ രണ്ട് രീതിയിൽ മിറർ ആക്കാം. അപ്പൊ രണ്ട് പടം ഞാൻ വരയ്ക്കുകയാണ്, നോക്കിക്കോളൂ. ഒറിജിനെ മിറർ ആക്കുമ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ കൺസിഡർ ചെയ്യാം. ഇതാണ് ഇവിടുത്തെ ഒറിജിൻ. ഓക്കെ, എനിക്ക് വേണമെങ്കിൽ ഇങ്ങനൊരു മിറർ ആക്കാം. ഇതിനെ കണ്ട, ഇങ്ങനൊരു മിറർ ആക്കാം. ഇതിനെ വേണമെങ്കിൽ ഈ ഒറിജിനിൽ കൂടെ ഇങ്ങനൊരു മിറർ ആക്കത്തില്ലേ? ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ നോക്കിയോ, ഞാൻ ഇവിടെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യാം. ഇത് നോക്കിയോ, ഇത് 3, ഇത് -3. ഓക്കെ, അപ്പൊ അതിന്റെ ഇമേജ് എവിടെ ആയിരിക്കും വരുന്നത്? എൻ്റെ ഇവിടെ ആയിരിക്കും വരുന്നത്, ശരിയല്ലേ? അത് എന്ത് തന്നെ ആയിരിക്കും നോക്കിയോ, ഇവിടെ 3 ആയിരിക്കും, ഇവിടെ എന്തായിരിക്കും? ഇവിടെ -3 ആയിരിക്കും. അപ്പൊ ഇവിടെ എന്തെന്ന് വരും? ഇതിന്റെ കോർഡിനേറ്റ് -3 എന്ന് വരുന്നുണ്ടെങ്കിൽ ഇതിന്റെ കോർഡിനേറ്റ് എന്തെന്ന് വരും? 3 - 3 എന്ന് വരും. ഇവിടെ നമുക്ക് ഒരെണ്ണം നോക്കാം. ഇവിടെ നമുക്ക് ഇതാ എടുക്കാൻ പോകുന്നത്, നോക്കിയോ. ഇത് ഞാൻ 4 എന്ന് എടുക്കും, ഇത് ഞാൻ 1 എന്ന് എടുക്കും. അപ്പം ഈ കോർഡിനേറ്റ് എന്തായിരിക്കും? 4, 1 ആയിരിക്കും. അപ്പം ഇതിന്റെ മിറർ ഡയഗ്രാം എപ്പോഴും തന്നെ ഇവിടെ ആയിരിക്കും വരുന്നത്. അപ്പം ഉറപ്പായിട്ടും ഈ 4ന്റെ ഇവിടെ എന്ത് തന്നെ വരും? -4 വരും. അതേപോലെ തന്നെ ഇതിന്റെ മിറർ ഡയഗ്രാം തന്നെ ഇവിടെ -1 ആണ്. അപ്പൊ ഇവിടെ എന്ത് വരും? അതിന്റെ ഓപ്പോസിറ്റ് സൈൻ ഇട്ടാൽ മതി, -4ഉം -4ഉം -1ഉം. ഇത് കാണാപ്പാടം പഠിക്കാതെ ആ ഭാഗത്ത് എന്താ വരുന്നത് എന്നുള്ള രീതിയിൽ തന്നെ മനസ്സിലാക്കി എഴുതിയാൽ മതി. കാണാപ്പാടം പഠിക്കല്ലേ, ഒറിജിൻ വരുമ്പോഴത്തേക്കും ഓപ്പോസിറ്റ് സൈൻ വരും, അങ്ങനെ ഒരിക്കലും കാണാൻ പഠിക്കില്ല. മനസ്സിലാക്കി തന്നെ പഠിക്കുക. സ്കൂളിൽ ചിലപ്പോൾ കാണാൻ പഠിക്കാൻ പറയും. ഓക്കെ, അപ്പൊ റിഫ്ലക്ഷൻ ഒറിജിൻ കഴിഞ്ഞു, എക്സ് ആക്സ് കഴിഞ്ഞു, വൈ ആക്സ് കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമ്മൾ എക്സയിലെ ഒരു പോയിന്റിൽ പാരലൽ ആയിട്ട് ലൈൻ വരച്ചിട്ട് അതിനപ്പുറത്തും ഇപ്പുറത്തും റിഫ്ലക്ഷൻ നടക്കുന്ന പറയാൻ പോവാണ്. വൈയിലെ ഒരു പോയിന്റിൽ പാരലൽ ആയിട്ട് ലൈൻ വരച്ചിട്ട് അതിനപ്പുറത്തും ഇപ്പുറത്തും നടക്കുന്ന റിഫ്ലക്ഷൻ പറയാൻ പോവാണ്. ഓക്കെ ആണല്ലോ, അത് ഇച്ചിരി കൺഫ്യൂസിങ് ആയിരിക്കും, പക്ഷെ നമുക്ക് അവിടെ ഒരു ഇക്വേഷൻ പോലെ ഉണ്ടാവും, നമുക്ക് പഠിക്കാം. നോക്കിയോ, അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, റിഫ്ലക്ഷൻ ഇൻ ലൈൻ എക്സ് ഈസ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ അറിയോ? നമ്മൾ വീണ്ടും ഇങ്ങനെ വരയ്ക്കുന്നു, നോക്കിയോ, ഇങ്ങനെ വരയ്ക്കുന്നു, എക്സ് ആക്സിസ് വൈ ആക്സിസ്. എക്സ് ഈസ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്തുവാ? ഏതോ ഒരു പോയിന്റ് കണ്ടോ, ഇതാണ് എ എന്ന് പറയുന്ന പോയിന്റ്. അപ്പൊ അതിന്റെ എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും? എ ആയിരിക്കും. കണ്ടോ, ഇത് എ ആണെങ്കിൽ അതിന്റെ A0 ആയിരിക്കും ഇതിന്റെ കോർഡിനേറ്റ്, ശരിയല്ലേ? ആണോ? അതേല് A0യിൽ ഞാൻ എന്ത് ചെയ്യാൻ പോവാ? ഞാനൊരു ലൈൻ തന്നെ ഇങ്ങനെ വരയ്ക്കാൻ പോവാം. എന്നിട്ട് അതിന്റെ അപ്പുറത്തെ ഇപ്പുറത്തെയും പോയിന്റ് ഞാൻ ഇതെടുക്കാൻ പോവാം. ഇപ്പൊ ഇവിടെ ഒരു പോയിന്റ് വന്നു, ഇവിടത്തെ ഒരു പോയിന്റ് ഞാൻ എടുക്കുകയാണ്. ഇവിടുത്തെ ഒരു പോയിന്റ്, അതിനെ നമുക്ക് PXY അങ്ങ് എടുക്കാം. അങ്ങനെയാണ് അതിന്റെ റിഫ്ലക്ഷൻ എവിടെ ആയിരിക്കും ഉണ്ടാകുന്നത്? ഇവിടെ ആയിരിക്കും ഉണ്ടാകുന്നത്. അതിനെ നമുക്ക് P' എടുക്കാം. അത് എന്താണ് എന്നുള്ളതാണ്. ഓക്കെ, അത് കണ്ടുപിടിക്കാനൊന്നുമില്ല. അതായത് ഇപ്പൊ നിങ്ങൾക്ക് ഒരു പോയിന്റിന്റെ എക്സ് ആക്സിസിൽ പാരലൽ ആയിട്ട് ലൈൻ വരികയും, എക്സ് ആക്സിന് പാരലൽ ആയിട്ടല്ല, എക്സ് ആക്സിസിലെ ഏതെങ്കിലും ഒരു പോയിന്റിൽ കൂടെ ഒരു ലൈൻ പോവുകയും വൈ ആക്സിസിന് പാരലൽ ആയിട്ട് ലൈൻ പോവുകയും ചെയ്തു കഴിഞ്ഞാൽ അതിനെ മിറർ ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ
അതിന്റെ ഒരു പോയിന്റിന്റെ കോർഡിനേറ്റ് എക്സ് വൈ ആണെങ്കിൽ പി ഡാഷിന്റെ കോർഡിനേറ്റ് എന്തായിരിക്കും എന്നറിയാമോ? 2a മൈനസ് എക്സ് ആയിരിക്കും, കോമ വൈ ആയിരിക്കും. വൈ ആക്സിസിന് മാറ്റമില്ല. കാരണം എന്താ? വൈ ആക്സിസിന് മാറ്റമില്ല. അതിന്റെ കാരണം എന്താ? ഇവിടെ നിങ്ങൾ ഏത് പോയിന്റ് എടുക്കുവാണെങ്കിലും നോക്കിയോ, അല്ല ഇവിടെ അങ്ങനല്ല, വൈ ആക്സിസിന് കോമ വൈ അല്ലേ? ഓക്കെ, ഈ ഇക്വേഷൻ ഞാൻ കാണാൻ പഠിച്ചത് ബൈ ഹാർട്ട് ചെയ്താൽ, ഈ ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്താൽ. അതേപോലെ തന്നെ റിഫ്ലക്ഷൻ ഇൻ വൈയും കൂടെ പഠിപ്പിച്ചു തരാം. എന്നിട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ കൂടെ ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളേ. അപ്പൊ ഒരു ഉദാഹരണം പറയാം. പി എക്സ് വൈ ആണല്ലേ പറഞ്ഞത്? ആണല്ലോ. അതിനെ നമുക്ക് വേണമെങ്കിൽ 3, 2 ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ അതിന്റെ പി ഡാഷിന്റെ കോർഡിനേറ്റ് എന്തായിരിക്കും? അതേപോലെ ഇവിടെ എക്സ് 4 ആണെന്ന് ഒരു A4 ആണെന്ന് ഒരു പറഞ്ഞിട്ടുണ്ട്. A4ൽ വെച്ചിട്ടാണ് പി എക്സ് വൈക്ക് റിഫ്ലക്ഷൻ നടക്കുന്നത്. അതായത് എക്സ് ഈസിക്കൽ ടു എ ഈസിക്കൽ ടു 4 ആയിട്ട് അവർ തന്നിട്ടുണ്ട്. അപ്പൊ എന്താ ഈ ഇക്വേഷൻ എന്ത് ചെയ്താൽ മതി? 2 × 4 മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 3 ആണ്. അവിടുത്തെ 3 ആണ്. ശരിയല്ലേ? ഓക്കെ, അപ്പം അതാണ് അവിടുത്തെ കോർഡിനേറ്റ്. മൈനസ് വൈ, വൈ കോർഡിനേറ്റ് എന്ത് തന്നെയാണ്? 2 തന്നെയാണ്. അപ്പൊ 4 × 2 8 ആണ്. 8 മൈനസ് 3, 2. 8 മൈനസ് 3 എത്രയാണ്? 5, 5, 2 കണ്ടു. അപ്പം ആ പി ഡാഷിന്റെ, അതായത് ആ കട്ട് ചെയ്ത എ ഈസിക്കൽ ടു 4 എന്ന് പറയുന്ന പോയിന്റിൽ, എക്സ് ആക്സിസിലെ പോയിന്റിൽ കട്ട് ചെയ്തിരിക്കുന്ന ആ ലൈനിലുള്ള റിഫ്ലക്ഷൻ, ഈ പോയിന്റ് റിഫ്ലക്ഷൻ 5 അത് എപ്പോഴും ഓർത്ത് വെച്ചോണം. 2a മൈനസ് എക്സ് വൈ എപ്പോഴും ഓർത്ത് വെച്ചോണേ. അത് ഓർത്ത് വെച്ചോണേ. എക്സാമ്പിൾ തന്നാണ്, എക്സാമ്പിൾ കൂടെ ചേർത്ത് എഴുതി. ഇവിടത്തെ എക്സ് ഈസിക്കൽ ടു എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്തുവാ? ഈ എക്സും അതേപോലെ തന്നെ ഇവിടത്തെ എക്സും തമ്മിൽ കൺഫ്യൂഷൻ ആയി പോവല്ലേ. കാരണം എന്താ? ആ എക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്, ഈ എക്സ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ഈ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടത്തെ എക്സ് ആണ്. മറ്റേന്ന് പറയുമ്പോൾ എ ഈസിക്കൽ എക്സ് എന്ന് പറയുമ്പോൾ ഈ കട്ട് ചെയ്തിരിക്കുന്ന പോയിന്റിലെ എക്സ് ഉദ്ദേശിക്കുന്നത്. തെറ്റിപ്പോലെ. അതുകൊണ്ടാണ് ഞാൻ എ എന്ന് പറഞ്ഞ് എടുത്ത് എഴുതിയത്. കേട്ടല്ലോ? അതേപോലെ തന്നെ റിഫ്ലക്ഷൻ ഇൻ ലൈൻ വൈ ഈസിക്കൽ ടു ബി. അങ്ങനെ വന്നാൽ എങ്ങനെയായിരിക്കും? ഇൻ ലൈൻ വൈ ഈസിക്കൽ ടു ബി. അങ്ങനെ വരുവാണെങ്കിൽ നോക്കിക്കോളൂ, നമ്മൾ ഒരു എക്സ് ആക്സിസ് വൈ ആക്സിസ് വരയ്ക്കുന്നു. ഇവിടെ y ഈസിക്കൽ ടു ബി. അപ്പൊ വൈയിലെ ഒരു പോയിന്റ്, വൈയിലെ ഏതോ ഒരു പോയിന്റിൽ കൂടാണ് ആ ലൈൻ പോകുന്നത്. അതിനെയാണ് നമ്മൾ എന്താ ട്രീറ്റ് ചെയ്യാൻ പോകുന്നത്? ഇതാണ് y ഈസിക്കൽ ടു ബി. ഈ പോയിന്റിനെയാണ് y ഈസിക്കൽ ടു ബി എന്ന് പറയുന്നത്. അപ്പം അവിടുത്തെ കോർഡിനേറ്റ് 0, b എന്നായിരിക്കും അവിടുത്തെ കോർഡിനേറ്റ്. ശരിയല്ലേ? ഏതിന്റെയാ? ഈ പോയിന്റിന്റെ കോർഡിനേറ്റ് കാര്യം പറയാം. അപ്പം ഈ ലൈനെയാണ് മിറർ ആക്കുന്നത്. അപ്പം ഇവിടെ ഒരു പോയിന്റ് കോർഡിനേറ്റ് വന്നു കഴിഞ്ഞാൽ ഇത് പി എക്സ് വൈ വന്നു കഴിഞ്ഞാൽ ഇവിടെ അതിന്റെ കോർഡിനേറ്റ്, അതിന്റെ മിറർ റിഫ്ലക്ഷൻ ഇവിടെ ആയിരിക്കും ഉണ്ടാകുന്നത്. പി ഡാഷ് ആയിരിക്കും. അപ്പൊ പി ഡാഷിന്റെ കോർഡിനേറ്റ് എന്തായിരിക്കും എന്ന് അറിയാമോ? പി ഡാഷിന്റെ കോർഡിനേറ്റ് പഠിക്കേണ്ടത് ഇങ്ങനെയായിരിക്കും. എക്സ് ചേഞ്ച് ഇല്ല, വൈയുടെ 2b മൈനസ് വൈ ആണ്. ഓക്കെ, അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഞാൻ പി എക്സ് വൈ എന്ന് പറയുന്നതിനെ ഞാൻ -1 4 എന്നാണ് എടുക്കുക. -1 4 എന്നാണ് എടുക്കുക. അപ്പം നമ്മുടെ പി ഡാഷിന്റെ എന്തായിരിക്കും? എക്സ് 2b മൈനസ് വൈ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? -1 തന്നെ, പക്ഷെ 2b. ബി എന്ന് പറയുമ്പോൾ ഏത് ലൈനിലാണ് കട്ട് ചെയ്തിരിക്കുന്നത് പറയാം. ബി ഈസിക്വൽ ടു 2 കട്ട് ചെയ്തിരിക്കുന്നത്. അതായത് y ഈസിക്വൽ ടു ബി ഈസിക്വൽ ടു 2. ഈ y അല്ല ഈ y എന്നുള്ള കാര്യം ഓർക്കുക. കേട്ടല്ലോ? ഓക്കെ, അപ്പൊ അത് എപ്പോഴും ആലോചിക്കുക. അപ്പൊ നോക്കിക്കോളൂ. അപ്പൊ ഇവിടെ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് വരുന്നു? എന്താ വരുന്നത്? 2b മൈനസ് വൈ ആണ്. അപ്പൊ നമുക്ക് എന്ത് വരും? 2 × 2 മൈനസ് വൈ എന്ന് പറയുമ്പോഴത്തേക്ക് എത്രയാ? y എന്ന് പറയുമ്പോൾ 4 ആണ്. അപ്പൊ
4 മൈനസ് 4 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 0 വരും. അപ്പൊ ഇവിടുത്തെ ആൻസർ 0 ആണ്. ഓക്കെ ആണോ? ഓക്കെ, അടുത്ത ഹെഡിങ് എഴുതി ഇൻവേരിയന്റ് പോയിന്റ് എന്ന് കൂടെ എനിക്ക് ഇൻവേരിയന്റ് പോയിന്റ്. ഒരു സെക്കൻഡ്. ഓക്കെ, ഇൻവേരിയന്റ് പോയിന്റ്. ഇൻവേരിയന്റ് പോയിന്റ് ഇത് എന്താണെന്ന് അറിയാമോ? ഇൻവേരിയന്റ് ആണ്, എ എൻ ഡി ആണ്. ഓക്കെ, ഇവിടെ നോക്കിയോളൂ. ഇവിടെ ഒരു പോയിന്റിന്റെ റിഫ്ലക്റ്റഡ് ഇമേജ് ആ പോയിന്റ് തന്നെ ആവുന്ന ആ പോയിന്റിനെയാണ് ഇൻവേരിയന്റ് പോയിന്റ് എന്ന് പറയുന്നത്. അതെങ്ങനെയാണ്? ഇപ്പൊ എന്തായാലും ഈ പോയിന്റ്, ഇപ്പൊ ഇവിടെ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ, ഇവിടെ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ റിഫ്ലക്റ്റഡ് ഇമേജ് എന്തായാലും വേറൊരു കോർഡിനേറ്റ് ആയിരിക്കും. പക്ഷെ ഈ പോയിന്റിന്റെ റിഫ്ലക്റ്റഡ് ഇമേജ് എടുത്തു കഴിഞ്ഞാൽ ഈ പോയിന്റ് തന്നെ കിട്ടും. അങ്ങനെയുള്ള പോയിന്റുകളെയാണ് നമ്മൾ ഇൻവേരിയന്റ് പോയിന്റ്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, അങ്ങനെയുള്ള പോയിന്റ് ഉണ്ടോ, എന്താണ് അതെന്ന് ഉദ്ദേശിക്കുന്നത് നോക്കാം. നോക്കി, ഇവിടെ നോക്കി, ഞാൻ ഇതേലെ ഒരു പോയിന്റ് എടുത്തിരിക്കുകയാണ്. ഇത് എ ആണ്. ഈ കോർഡിനേറ്റ് എന്തായിരിക്കും? എക്സ് 0 ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതിനെ എക്സ് ആക്സിസ് വെച്ചിട്ട് ഞാൻ റിഫ്ലക്ട് ചെയ്യുവാണെങ്കിൽ ഇപ്പുറത്തായിരിക്കുമല്ലോ അടുത്തത് വരുന്നത്. അതെന്ത് തന്നെയായിരിക്കും? അതിന്റെ റിഫ്ലക്റ്റഡ് ഇമേജ് എന്തായിരിക്കും? വൈ ആക്സിസ് ഇല്ല, എക്സ് ആക്സിസ് തന്നെയുള്ള റിഫ്ലക്ഷൻ. ഓക്കെ, ഈ പോയിന്റിന്റെ എക്സ് ആക്സിസ് തന്നെയുള്ള റിഫ്ലക്ഷൻ ആണെങ്കിലോ? ഈ എക്സ് ആക്സിസ് എന്ന് പറയുമ്പോൾ ഏതാ? ഇത്. ഈ പോയിന്റ് സാധാരണ ഇവിടെ ഉള്ള ഒരു പോയിന്റ് വരുമ്പോൾ എക്സ് ആക്സിസ് റിഫ്ലക്ഷൻ വരുമ്പോൾ ഇവിടെ വരും. ഇവിടെ ഉള്ള പോയിന്റ് വരുമ്പോൾ എക്സ് ആക്സിസ് റിഫ്ലക്റ്റഡ് ഇമേജ് വരുമ്പോൾ ഇവിടെ വരും. ഇവിടെ ഉള്ള പോയിന്റ് ആണെങ്കിൽ ഇവിടെ വരും. അപ്പൊ ഈ പോയിന്റിന്റെ ഇമേജ് എന്ത് തന്നെയാണ്? ആ പോയിന്റ് തന്നെയാണ്. ശരിയല്ലേ? ഇങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻവേരിയന്റ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പം നമുക്ക് ഇങ്ങനെ എഴുതാം, ദ റിഫ്ലക്റ്റഡ് image of a x0 about x-axis. X-axis is x0 itself.
അതേപോലെ തന്നെയാണ് y ആക്സിസിലേയും വരുവാണെങ്കിൽ നോക്കിയോ, ഇപ്പൊ ഇങ്ങനെ ഒരു ഇത് എടുക്കുവാണെങ്കിൽ ഈ ഒരു പോയിന്റ് എടുക്കുവാണ്, ഈ ഒരു പോയിന്റിനെ y ആക്സിസ് വെച്ച് തന്നെ റിഫ്ലക്ട് ചെയ്താലോ, ഇവിടത്തെ പോയിന്റ് വരുവാണെങ്കിൽ ഇവിടെ വരും, ഇവിടത്തെ വരുവാണെങ്കിൽ ഇവിടെ വരും, ഇവിടത്തെ വരുവാണെങ്കിൽ ഇവിടെ വരും, പക്ഷെ ഇവിടത്തെ വരുവാണെങ്കിൽ എന്താ അവിടെ തന്നെ വരും ഇല്ലേ. അപ്പൊ ഇത് നമുക്ക് വേണമെങ്കിൽ ബി എന്ന് എടുത്തിട്ട് അതിന്റെ കോർഡിനേറ്റ് എന്താ 0y ആണ്, ശരിയല്ലേ. അപ്പം ദ റിഫ്ലക്റ്റഡ് ഇമേജ് ഓഫ് ബി 0y about y axis is 0y itself. ക്ലിയർ ആണോ, സെറ്റ് ആണോ? ഓക്കെ, ഇനി ഞാൻ കുറച്ച് ഫോർമുലാസ് പഠിപ്പിക്കാമേ. ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ ഒരുമിച്ച് ചെയ്യിപ്പിക്കാം കേട്ടോ. ഞാൻ ഇതിനകത്തെ ടോപ്പിക്സ് എല്ലാം അങ്ങ് എടുത്തങ്ങ് തീർക്കാം. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഡിസ്റ്റൻസ് ഫോർമുല പഠിക്കാനുണ്ട്, സെക്ഷൻ ഫോർമുല പഠിക്കാനുണ്ട്, പിന്നെ നമുക്ക് സെൻട്രോയിഡ് ഓഫ് എ ട്രയാങ്കിളിന്റെ ഒരു ഇക്വേഷൻ പഠിക്കാനുണ്ട്, പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇൻക്ലിനേഷൻ എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് പഠിക്കാനുണ്ട്. അതൊക്കെ ഉണ്ടല്ലോ, ഇൻക്ലിനേഷൻ, സ്ലോപ്പ്, ഗ്രേഡിയന്റ് പഠിപ്പിച്ചോ ദേവനാരായൺ? ഓർമ്മയില്ല. നമുക്ക് നോക്കാം. അപ്പൊ എഴുതിക്കോ ഡിസ്റ്റൻസ് ഫോർമുല എന്ന് പറഞ്ഞ് എഴുതിക്കോ. ഡിസ്റ്റൻസ്